പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം പാനൂരിലെ സ്ഫോടനം അത് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ രാഷ്ട്രീയ വിഷയമാണ്. LDF അതിനെ പ്രതിരോധിക്കുമ്പോൾ UDF അതിനെ ആക്രമിച്ചുകൊണ്ട് അത് വലിയ പ്രചാരണ വിഷയമാക്കി കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുഖ്യ സൂത്രധാരനടക്കം പിടിയിലായി എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. പാനൂർ സ്ഫോടനത്തിൽ മുഖ്യപ്രതി ഷിജാലിനും പരിക്കേറ്റു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഒളിവിലായിരുന്ന DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ ഒളിവിൽ കഴിഞ്ഞ ഉദുമൽപേട്ടയിലാണ് ചികിത്സ തേടിയത്. സ്ഫോടനം നടക്കുമ്പോൾ ഇന്നലെ ഷിജാലിന്റെ കൂടെ പിടിയിലായ കൊളവല്ലൂർ സ്വദേശി അക്ഷയും സ്ഥലത്തുണ്ടായിരുന്നു. ഇരുവരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി ഷബീർ ഒമർ നൽകേണ്ടതുണ്ട്. ഷബീർ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പാനൂർ സ്ഫോടനം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ സജീവമായിരിക്കുന്നു. അതിനിടയിൽ തന്നെയാണ് മുഖ്യ സൂത്രധാരൻ എന്ന് പോലീസ് പറയുന്ന കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ ഉദുമൽപേട്ടയിൽ നിന്ന് പിടിയിലാകുന്നത്. അപ്പം ഈ സമയത്ത് ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയിരുന്നു, ഷിജാലിന് പരിക്കേറ്റിരുന്നു എന്നുള്ള വാർത്തകൾ കൂടെ വരുന്നുണ്ട്. അക്ഷയ്ക്ക് ഈ കേസുമായി എന്താണ് ബന്ധം? ഇരുവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതടക്കമുള്ള എന്തൊക്കെ നടപടികൾ ഇന്നുണ്ടാവുക? ജിൽസി സൂചിപ്പിച്ചതുപോലെ ഈ പാനൂർ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പിൽ വലിയ സ്വാധീനമുണ്ടാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം CPM പ്രവർത്തകർ അല്ലെങ്കിൽ DYFI പ്രവർത്തകർക്ക് നേരിട്ട് പങ്കുണ്ട് എന്നാണ് ഇപ്പോൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. നേരത്തെ CPM നേതൃത്വം പറഞ്ഞിരുന്നത് CPM-മായി യാതൊരു ബന്ധവുമില്ലാത്തവരാണ് ഈ ബോംബ് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരെന്നായിരുന്നു. എന്നാൽ പിന്നീട് പോലീസ് അന്വേഷണത്തിൽ DYFI ഭാരവാഹികളടക്കം ഇന്നലെ രാത്രി പിടിയിലായ കുന്നോത്തുപറമ്പ് DYFI കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ അടക്കമുള്ളവർ DYFI ഭാരവാഹികൾ 4 DYFI ഭാരവാഹികളാണ് ഈ കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. എന്തായാലും കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് ഏറ്റവും ഒടുവിൽ അറസ്റ്റിലാകുന്നത്. ഇയാളോടൊപ്പം അക്ഷയ് എന്ന യുവാവ് കൂടി അറസ്റ്റിലായിട്ടുണ്ട്. ഇയാൾക്കും ഈ ബോംബ് സ്ഫോടനത്തിൽ അല്ലെങ്കിൽ ഈ ബോംബ് നിർമ്മാണത്തിൽ പങ്കുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. എന്തായാലും ഇരുവരും പിടിയിലായത് ഉദുമൽപേട്ടയിൽ നിന്നാണ്. ഇവർക്ക് നേരിട്ട് പങ്കുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ് ഇന്നിപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. കാരണം ഈ സ്ഫോടനത്തിൽ, ഈ ബോംബ് സ്ഫോടനത്തിൽ ഷിജാലിനും ഈ അക്ഷയ്ക്കും പരിക്കേറ്റിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. ഉദുമൽപേട്ടയിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന ഉദുമൽപേട്ടയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സ തേടിയിരുന്നു എന്നുമാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ ഇതുവരെ 12 പേരാണ് പിടിയിലായിട്ടുള്ളത്. 12 പേർ പിടിയിലായതിൽ 4 പേർ DYFI-യുമായി നേരിട്ട് ബന്ധമുള്ളവർ എന്ന് പറയുമ്പോൾ DYFI ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. വിവിധ ഭാരവാഹിത്വം വഹിക്കുന്നവരാണ് നേരിട്ട് ഈ പറയുന്ന 4 പേർ. മീത്തല കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു, ഒപ്പം തന്നെ കടുങ്ങാപ്പോയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സായുജ്, ഒപ്പം തന്നെ മീത്തല കുന്നോത്തുപറമ്പ് യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി അതുൽ, ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം പിടിയിലായിട്ടുള്ള കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി എന്നിവരടക്കം 4 പേരാണ് DYFI-യുമായി നേരിട്ട് ബന്ധമുള്ളവർ. സ്വാഭാവികമായും ഈ വിഷയത്തിൽ CPM പ്രതിരോധത്തിലാകും. ഈ വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ ഈ വിഷയം വലിയ തെരഞ്ഞെടുപ്പ് ചർച്ചയാകും. കഴിഞ്ഞ ദിവസം UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അത് വ്യക്തമാക്കിയതാണ്. ഈ വിഷയം ഉന്നയിക്കുക തന്നെ ചെയ്യും. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ബോംബ് നിർമ്മിച്ചു? ഈ ബോംബ് നിർമ്മാണത്തിനിടെയാണ് ഈ ബോംബ് സ്ഫോടനം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ബോംബ് നിർമ്മിച്ചു എന്ന് കണ്ടെത്തണം. അത്തരത്തിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിലും ഇത് വലിയ തരത്തിലുള്ള ചർച്ചയുണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കുമോ എന്ന കാര്യത്തിൽ കൂടി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുമെന്നാണ് CPM-ന്റെ അടക്കമുള്ള വിലയിരുത്തൽ. ജിൽസി, തീർച്ചയായും അക്കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ കാണാം. രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഈ പാനൂർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ അതൊരു സജീവ ചർച്ചയിലേക്ക് വരികയാണ് എന്നുള്ളത് കൂടിയാണ്.